കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ പാലക്കാട് മണ്ഡലം എല്ലായ്പ്പോഴും ഒരു നിർണായക കേന്ദ്രമാണ്. എന്നാൽ ഇത്തവണത്തെ ഉപതെരഞ്ഞെടുപ്പ് കേവലം ഒരു MLA തിരഞ്ഞെടുക്കുന്നതിനേക്കാൾ ഉപരിയായി മൂന്ന് മുന്നണികളുടെയും നിലനിൽപ്പിന്റെയും രാഷ്ട്രീയ അന്തസായുധങ്ങളുടെയും പോരാട്ടമായി മാറിയിരിക്കുന്നു. വോട്ടെടുപ്പ് അടുക്കുംതോറും ആരോപണങ്ങളുടെയും ഡീൽ രാഷ്ട്രീയത്തിന്റെയും പുകമറകൾ പാലക്കാട് കാറ്റിൽ നിറയുകയാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉന്നയിച്ച CPM-BJP ഡീൽ ആരോപണം ഈ തിരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നു. തിരഞ്ഞെടുപ്പ് പ്രചാരണം അതിന്റെ ഉച്ചസ്ഥായി നിൽക്കുമ്പോഴാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ബോംബ് കണക്ക് ഒരാരോപണം ഉന്നയിച്ചത്. പാലക്കാട് BJP സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രനെ വിജയിപ്പിക്കാൻ CPM-ഉം BJP-യും തമ്മിൽ രഹസ്യ ധാരണയുണ്ടായിരുന്നുവെന്നാണ് അദ്ദേഹത്തിന്റെ വാദം. ഇതിനായി CPM മനഃപൂർവ്വം ദുർബലരായ ഒരു സ്ഥാനാർത്ഥിയെയാണ് രംഗത്തിറക്കിയതെന്നും അദ്ദേഹം ആരോപിച്ചു. പാലക്കാട് BJP-യെ സഹായിക്കുന്നതിന് പകരമായി വരാനിരിക്കുന്ന പൊതുതെരഞ്ഞെടുപ്പിൽ മറ്റ് 10 സീറ്റുകളിൽ BJP CPM-നെ സഹായിക്കും. കോൺഗ്രസിന്റെ ഉറച്ച വോട്ടുകളിൽ വിള്ളലുണ്ടാക്കാൻ ഇരു പാർട്ടികളും ചേർന്ന് ഗൂഢാലോചന നടത്തുന്നു. ഇടത് സ്വതന്ത്രനായി എത്തിയ NMR റസാഖിനെ മുൻനിർത്തി BJP വഴിവിട്ട സഹായം നൽകുന്നു. ഈ ആരോപണം കേരള രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങളാണ് ഉണ്ടാക്കിയത്. UDF വോട്ടുകൾ ചോരുമെന്ന ഭയമാണ് പ്രതിപക്ഷ നേതാവിനെ ഇത്തരമൊരു പ്രസ്താവനയ്ക്ക് പ്രേരിപ്പിച്ചതെന്ന് രാഷ്ട്രീയ നിരീക്ഷകരും കരുതുന്നു. BJP സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രൻ സതീശന്റെ ആരോപണങ്ങൾ അത്യധികം പരിഹാസത്തോടെയാണ് നേരിട്ടത്. കോൺഗ്രസ് നേരിടാൻ പോകുന്ന ദയനീയമായ പരാജയത്തിന് മുൻകൂട്ടി ജാമ്യമെടുക്കാനാണ് സതീശൻ ശ്രമിക്കുന്നതെന്നും അവർ ആരോപിച്ചു. ശോഭയുടെ നിലപാടുകളും നിർണായകമാണ്. തന്റെ എതിരാളികൾ സ്ത്രീ സുരക്ഷ പോലുള്ള പ്രധാന വിഷയങ്ങളിൽ മൗനം പാലിക്കുകയാണെന്നും ജനകീയ പ്രശ്നങ്ങളിൽ താനാണ് മുന്നിലെന്നും അവർ അവകാശപ്പെടുന്നു. ജനങ്ങൾ ഡീലുകളിലല്ല മറിച്ച് പ്രവർത്തനങ്ങളിലാണ് വിശ്വസിക്കുന്നത്. BJP-ക്ക് പാലക്കാട് മണ്ണിലുള്ള സ്വാധീനം കോൺഗ്രസിനെ വിരളി പിടിപ്പിച്ചിരിക്കുകയാണ്. രാഷ്ട്രീയമായ മറുപടി ഇല്ലാത്തതിനാലാണ് കോൺഗ്രസ് നേതൃത്വം അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നും അവർ കൂട്ടിച്ചേർത്തു. ശോഭ സുരേന്ദ്രന്റെ വരവ് പാലക്കാട്ടെ BJP പ്രവർത്തകർക്കിടയിൽ വലിയ ആവേശം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നതും തർക്കമില്ലാത്ത കാര്യമാണ്. മുൻപ് പല മണ്ഡലങ്ങളിലും വോട്ട് ശതമാനം വർദ്ധിപ്പിച്ച ചരിത്രമുള്ള ശോഭ പാലക്കാട് പിടിച്ചെടുക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ്. BJP നേതാവ് V മുരളീധരൻ ഈ വിവാദത്തിൽ മറ്റൊരു മാനം കൂടി കൊണ്ടുവന്നു. യഥാർത്ഥത്തിൽ ഡീലുള്ളത് CPM-ഉം കോൺഗ്രസും തമ്മിലാണെന്ന് അദ്ദേഹം ആരോപിച്ചു. ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി ഇവർ കേരളത്തിൽ മാത്രം എന്തിനാണ് കടിപിടി കൂടുന്നതെന്ന് അദ്ദേഹം ചോദിച്ചു. BJP അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ചേരി മാത്രമേ BJP-യിൽ ഉള്ളൂ എന്നും അദ്ദേഹം വ്യക്തമാക്കി. പാലക്കാട് മണ്ഡലത്തിൽ ഇത്തവണ സെലിബ്രിറ്റി പരിവേഷത്തോടെ എത്തിയ UDF സ്ഥാനാർത്ഥി രമേശ് പിഷാരടിയുടെ നീക്കങ്ങളും ശ്രദ്ധേയമാണ്. കേവലം ഒരു സിനിമാ താരം എന്നതിനപ്പുറം രാഷ്ട്രീയമായ പക്വത കാണിക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. പിഷാരടിയുടെ പ്രതികരണം നിർണായകമായിരുന്നു. BJP CPM കൂട്ടുകെട്ടും പാലക്കാട് മാത്രമല്ല പാലായിലും മറ്റു മണ്ഡലങ്ങളിലും പ്രകടമാണെന്ന് അദ്ദേഹം പറഞ്ഞു. തന്റെ സിനിമ സുഹൃത്തുക്കളെ പ്രചാരണത്തിന് കൊണ്ടുവരില്ലെന്ന അദ്ദേഹത്തിന്റെ തീരുമാനം വലിയ ചർച്ചയായി. അവരെ രാഷ്ട്രീയ ചേരിതിരിവുകൾക്കും സൈബർ ആക്രമണങ്ങൾക്കും വിട്ടു നൽകാൻ താൻ ആഗ്രഹിക്കുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ തനിക്ക് ഗുണകരമാകുമെന്നും കോൺഗ്രസ് ഒറ്റക്കെട്ടാണെന്നും അദ്ദേഹം അവകാശപ്പെടുന്നു. രമേശ് പിഷാരടിയുടെ സ്ഥാനാർത്ഥിത്വം യുവാക്കളെയും നിഷ്പക്ഷ വോട്ടർമാരെയും ആകർഷിക്കുമെന്നാണ് UDF-ന്റെ പ്രതീക്ഷ. അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിലെ നർമ്മവും കൃത്യമായ രാഷ്ട്രീയ നിരീക്ഷണങ്ങളും വോട്ടർമാരിലേക്ക് വേഗത്തിൽ എത്തുന്നുണ്ട്. CPM സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇത്തവണ വലിയ അപ്രതീക്ഷിത നീക്കങ്ങളാണ് നടത്തിയത്. P. സരിറ്റ് ഇടത് സ്ഥാനാർത്ഥിയാകുമെന്ന് പലരും കരുതിയെങ്കിലും സംസ്ഥാന നേതൃത്വം ഇടപെട്ട് ഹോട്ടൽ വ്യവസായിയും പ്രമുഖ വ്യക്തിത്വമായ NMR റസാഖിനെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചു. റസാഖിന്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ മണ്ഡലത്തിലെ ന്യൂനപക്ഷ വോട്ടുകളിൽ വിള്ളൽ ഉണ്ടാക്കാമെന്ന് CPM കരുതുന്നു. പാലക്കാടിന്റെ വികസനത്തിന് ഒരു വ്യവസായി എന്ന നിലയിൽ റസാഖിന് കൂടുതൽ ചെയ്യാൻ കഴിയുമെന്ന പ്രചാരണമാണ് ഇടതുപക്ഷം നടത്തുന്നത്. രാഷ്ട്രീയത്തിന് അതീതമായി ബന്ധങ്ങളുള്ള റസാഖിന് നിഷ്പക്ഷ വോട്ടുകൾ സമാഹരിക്കാൻ കഴിയുമെന്ന് പാർട്ടി വിശ്വസിക്കുന്നു. എന്നാൽ സരിനെ തഴഞ്ഞതിൽ പാർട്ടിക്ക് അകത്തു തന്നെ ചെറിയ അസ്വാരസ്യങ്ങൾ ഉണ്ടെങ്കിലും സതീശന്റെ ഡീൽ ആരോപണത്തെ നേരിടാൻ റസാഖിന്റെ ജനകീയത ഉപകരിക്കുമെന്നാണ് ഇടതുപക്ഷത്തിന്റെ കണക്കുകൂട്ടൽ. പാലക്കാട് നഗരസഭ BJP ഭരിക്കുന്നതിനാൽ അവർക്ക് ഇവിടെ വലിയ അടിത്തറയുമുണ്ട്. എന്നാൽ ഗ്രാമീണ മേഖലകളിൽ UDF-നും LDF-നും ശക്തമായ സ്വാധീനമുണ്ട്. നഗര വോട്ടുകളും ശോഭ സുരേന്ദ്രന്റെ വ്യക്തിപ്രഭാവം തുണയാകുമെന്നാണ് BJP കരുതുന്നത്. UDF പരമ്പരാഗത വോട്ടുകളും പിഷാരടിയുടെ ഇമേജും രാഹുൽ മാങ്കൂട്ടത്തിന്റെ സംഘടനാശേഷിയും വിജയത്തിൽ എത്തിക്കുമെന്നും വിശ്വസിക്കുന്നു. LDF NMR റസാഖിലൂടെ മണ്ഡലത്തിലെ സമവാക്യങ്ങൾ മാറ്റാമെന്ന് പ്രത്യാശിക്കുന്നു. ആരോപണങ്ങൾക്കും പ്രത്യാരോപണങ്ങൾക്കും ഇടയിൽ വോട്ടർമാർ എന്ത് ചിന്തിക്കുന്നു എന്നതും പ്രധാനമാണ്. വികസനം, തൊഴിലില്ലായ്മ, കാർഷിക പ്രശ്നങ്ങൾ എന്നിവയേക്കാൾ ഉപരിയായി ഡീൽ രാഷ്ട്രീയവും വർഗീയതയും ചർച്ചയാകുന്നത് സാധാരണ വോട്ടർമാരെ മടുപ്പിക്കുന്നുണ്ട്. രാഷ്ട്രീയ പാർട്ടികൾ പരസ്പരം പഴിചാരുമ്പോൾ യഥാർത്ഥ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നുവെന്ന് പരാതിയും വ്യാപകമാണ്. പാലക്കാട് ഫലം കേരളത്തിലെ വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ചൂണ്ടുപലകയാകും. BJP ജയിച്ചാൽ അത് കേരളത്തിലെ അവരുടെ വളർച്ചയുടെ രണ്ടാം ഘട്ടമായി വിലയിരുത്തപ്പെടും. UDF ജയിച്ചാൽ അത് VD സതീശന്റെ നേതൃത്വത്തിലുള്ള അംഗീകാരമാകും. LDF അത്ഭുതങ്ങൾ കാണിച്ചാൽ അത് പിണറായി സർക്കാരിന്റെ ഭരണത്തിലുള്ള വലിയൊരു പിന്തുണയായി മാറും. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കേവലം ഒരു സീറ്റിലെ പോരാട്ടമല്ല, മറിച്ച് കേരളത്തിലെ 3 പ്രബല രാഷ്ട്രീയ ശക്തികളുടെ പരീക്ഷണശാലയാണ്. സതീശന്റെ ആരോപണം, അതിന് ശോഭ സുരേന്ദ്രനും മുരളീധരനും നൽകിയ മറുപടിയും വോട്ടർമാർക്കിടയിൽ വലിയ ആശയക്കുഴപ്പം
സൃഷ്ടിച്ചിട്ടുമുണ്ട്. ഡീൽ ഉണ്ടോ ഇല്ലയോ എന്നത് വോട്ടെണ്ണി കഴിയുമ്പോൾ മാത്രമേ വ്യക്തമാകൂ. എങ്കിലും ആരോപണങ്ങളുടെയും മറുപടിയുടെയും ഈ മഹാമാരിയിൽ വോട്ടർമാർ ആരുടെ പക്ഷം ചേരുമെന്നും കണ്ടറിയണം. പാലക്കാട് ചുരം കടന്ന് നിയമസഭയിലേക്ക് എത്തുന്നത് ആരായാലും ഈ തിരഞ്ഞെടുപ്പ് കേരള രാഷ്ട്രീയത്തിലെ ചരിത്രത്തിൽ ഏറ്റവും വിവാദപരമായ അധ്യായങ്ങളിൽ ഒന്നായി രേഖപ്പെടുത്തുമെന്നതിൽ സംശയമില്ല.